السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ ടെൻഷനുകൾ അകറ്റി തരട്ടെ. ഒരുപാട് ആളുകൾ നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അർഹമുർ റഹീമായ രാജാതിരാജനായ പരമദയാലുവായ കരുണക്കടലായ അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ സർവ്വ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ നാഥ. അവരുടെ ഹാജത്തുകൾ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. സങ്കടങ്ങളും വിഷമങ്ങളും നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ. എല്ലാ ദിവസവും മുടങ്ങാതെ ഞങ്ങളെ മജ്ലിസ് കാണുന്ന പാവപ്പെട്ട ഉമ്മമാര്, ഉപ്പമാര്, സഹോദരിമാരുണ്ട്. അവർക്ക് പ്രത്യേക പരിഗണന നൽകണേ റഹ്മാനെ. അവരുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനെ. സർവ്വ ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും കഷ്ടപ്പാടുകളും നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസ് ആരംഭിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി മജ്ലിസിൽ പങ്കെടുക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. وإلى حضرة سيدنا وحبيبنا ومنجينا ومرشدنا وهادينا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة خواجة معين الدين الجشتي الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة قطب العالم سيم ولي الله المنوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. മരണപ്പെട്ടു പോയ ഉമ്മാക്ക്, ഭർത്താവിനൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടി നമുക്കൊരു ഫാത്തിഹ ഓതാം. അല്ലാഹു സ്വീകരിക്കട്ടെ. وإلى حضرة من ماتوا منا. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. സ്വീകരിക്കണേ നാദാ, കബൂൽ ചെയ്യണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഞങ്ങളെ മനസ്സ് പൊട്ടി മനസ്സറിഞ്ഞ് നിന്നോട് ചോദിക്കുകയാണ്. ഞങ്ങളെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി തരണേ റഹ്മാനെ. ഫാത്തിഹ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ നാദാ. അവരെ ഖബർ പ്രകാശിപ്പിക്കണേ അല്ലാ. അവരെ ഖബർ പരിശുദ്ധ ഖുർആനിന്റെ അലങ്കാരം കൊണ്ട് പ്രകാശ
പ്രകാശിപ്പിക്കണേ റഹ്മാനെ. ഫാത്തിഹ സൂറത്തിന്റെ ബർക്കത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ റഹ്മാനെ. ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റിത്തരണേ അല്ലാ. ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഈ മജ്ലിസ് ഒരുപാട് ഉമ്മമാര് കാണുന്നത്. ആ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ നാദാ. ഞങ്ങളെ മജ്ലിസ് ഖബൂൽ ചെയ്യണേ അല്ലാ. ഫാത്തിഹ സൂറത്തിന്റെ റഹ്മത്ത് ഞങ്ങളെ ജീവിതത്തിൽ നൽകണേ അല്ലാ. അത് കാരണം കടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ കടക്കാരാക്കല്ല റബ്ബേ. ഇൻഷാ അല്ലാഹ് അതിമഹത്തായ സ്വലാത്തുൽ ഫാത്തിഹ നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് 10 പ്രാവശ്യം ചെല്ലാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. സ്വീകരിക്കണേ അല്ലാഹ്. സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുരിതങ്ങൾ അകറ്റി തരണേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. റഹ്മത്തിന്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് തുറക്കണേ റഹ്മാനെ. ബർക്കത്തിന്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് തുറക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങളുടെ മദദ് നൽകണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നൽകണേ അല്ലാഹ്. മുത്തുനബിയെ സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. മുത്തുനബിയോട് സ്നേഹിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. അവിടുത്തെ പാത പിൻപറ്റി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ജോലികളിൽ മുത്തുനബിയുടെ ബറക്കത്ത് നൽകണേ അല്ലാഹ്. സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും സാധുക്കളായ പാപികളായ ഞങ്ങൾക്ക് വിജയം നൽകണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് ദുആകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ. നമ്മളെ പ്രയാസങ്ങൾ മാറാൻ, നമ്മളെ ബുദ്ധിമുട്ടുകൾ മാറാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ എന്റെ കൂടെ ചെല്ലുക. അല്ലാഹു സ്വീകരിക്കട്ടെ.
لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين സ്വീകരിക്കണേ റബ്ബേ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റിത്തരണേ അല്ലാ ഞങ്ങളെ ദുഃഖങ്ങൾ അകറ്റിത്തരണേ അല്ലാ ഈ ദിക്റിന്റെ പ്രാർത്ഥനയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മുറാദുകൾ ഹസിലാക്കണേ അല്ലാ ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ ഞങ്ങളെ ദുഃഖങ്ങൾ ടെൻഷനുകൾ അകറ്റിത്തരണേ അല്ലാ കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ ഒരുപാട് ആളുകൾ പലതും പറഞ്ഞ് ഈ മഹത്തായ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അവരെ മുറാദുകൾ ഹസിലാക്കണേ അല്ലാ ഒരുപാട് ആളുകൾക്ക് ഈ മജ്ലിസ് കൊണ്ട് സമാധാനവും സന്തോഷവും റാഹത്തും ലഭിക്കുന്നുണ്ട് അത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാ ഈ മജ്ലിസ് നീ നിലനിർത്തണേ റബ്ബേ ജോലി ശരിയാകാൻ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അവർക്ക് നല്ല ജോലി നൽകണേ അല്ലാ ഉദ്ദേശിച്ച ജോലി നൽകണേ റബ്ബേ ജോലി അന്വേഷിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്ന ഒരുപാട് മക്കളുണ്ട് കുടുംബക്കാരുണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അവർക്ക് നല്ല ജോലി നൽകണേ അല്ലാ നല്ല ശമ്പളമുള്ള ജോലി നൽകണേ അല്ലാ മോൾ ഹോസ്പിറ്റലിലാണ് ഉസ്താദേ പല അസുഖം കാരണം ഹോസ്പിറ്റലിലാണ് ഭർത്താക്കന്മാര് മക്കള് കുടുംബക്കാരെന്ന് പറഞ്ഞ് പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്
ആ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ആയിരം രോഗങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ശിഫയാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ റബ്ബേ. നിന്റെ ദർബാറിലേക്ക് ഞങ്ങൾ ഉയർത്തിയ കരങ്ങളെ ഖായിബായി ഖാസിറാക്കി മടക്കല്ല റബ്ബേ. എന്ത് രോഗമുണ്ടെങ്കിലും വേദനയുണ്ടെങ്കിലും ഈ മജ്ലിസ് കാണുന്നവരുടെ അവരുടെ മക്കളുടെ കുടുംബക്കാരുടെ രോഗങ്ങൾ ശിഫയാക്കണേ റബ്ബേ. ഭർത്താവിന്റെ അസുഖം ശിഫയാക്കി കൊടുക്കണേ അല്ലാ. മാതാപിതാക്കളുടെ അസുഖങ്ങൾ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. വാടക വീട്ടിലാണ് ഉസ്താദെ, 30 വർഷമായി 20 വർഷമായി വാടക വീട്ടിൽ കഴിയുന്നെന്ന് സങ്കടം പറഞ്ഞവർക്ക് നല്ല വീട് കൊടുക്കല്ലാ. ഉദ്ദേശിച്ച വീട് കൊടുക്കണേ അല്ലാ. അനുയോജ്യമായ വീട് കൊടുക്കണേ റഹ്മാനെ. പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ടി ആ മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകണേ അല്ലാ. നല്ല മാർക്കോടെ പാസ്സാകാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. ഭർത്താവിന്റെ ദുസ്വഭാവം മാറാൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഭർത്താക്കന്മാർക്ക് നല്ല മനസ്സ് കൊടുക്കണേ അല്ലാ. സ്നേഹമുള്ള കുടുംബ ജീവിതം നൽകണേ അല്ലാ. ഭാര്യമാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ. നല്ല വിവാഹം ശരിയാകാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. വിവാഹ പ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇണകളെ നൽകണേ അല്ലാ. എല്ലാ വിവാഹ തടസ്സങ്ങളും നീക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ റബ്ബേ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ടുപോയ മാതാപിതാക്കളെ കുടുംബക്കാരുടെ ആണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്, കൊല്ലം തികയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഖബർ വിശാലമാക്കല്ലാ, സ്വർഗമാക്കല്ലാ. പാപങ്ങൾ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മുറാദുകൾ ഹസിലാകാൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ മുറാദുകളും ഹസിലാക്കണേ അല്ലാ. സ്ഥലം വിറ്റുപോകാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, എത്രയും പെട്ടെന്ന് ആ സ്ഥലം നല്ല ഒരു വിലക്ക് വിൽക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. കിട്ടാനുള്ള ക്യാഷ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് കൊടുക്കാനുള്ള, ആർക്ക് തിരിച്ചു കൊടുക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ. അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാ. കടങ്ങളൊക്കെ വീട്ടാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പ്രയാസപ്പെടുന്ന ആളുകള് ആ മുസീബത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. പലിശ എന്ന മുസീബത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ദാരിദ്ര്യം എന്ന മുസീബത്തിനെ തൊട്ട്, കടമെന്ന മുസീബത്തിനെ തൊട്ട് ഞങ്ങളെ മജ്ലിസ് കാണുന്നവരെ കാക്കണേ റബ്ബേ. ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് തവസ്സുൽ ബൈത്താണ്. തവസ്സുൽ ബൈത്ത് ചൊല്ലി ഒരുപാട് ആളുകൾ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളും ആത്മാർത്ഥമായി ചെല്ലുക. നമ്മളെ മജ്ലിസ് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരാൾ കാരണം ഒരു 10 ആളെങ്കിലും നമ്മുടെ മജ്ലിസിലേക്ക് വരട്ടെ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭൂമി മീതെ പാപിയായി വാണിടുന്ന ഞങ്ങളെ ശൈഖുനാ മടവൂരിനാലെ കാവലേക് റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാഹിറും ബാത്തിനായ രോഗമീന്ന് ഞങ്ങളെ ശൈഖുനാ മടവൂരിനാലെ കാവലേക് റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ഗുണങ്ങൾ നേടുവാൻ, കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ, സ്വർഗത്തിലൊന്നായി ചേരുവാൻ മടവൂർ വലി തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കടം വീടി സന്തോഷിക്കുവാൻ, കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ, ഖൈറായ പാതയിൽ നീങ്ങുവാൻ മടവൂർ വലി തുണ റബ്ബനാ. ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദിക്റും സ്വലാത്തും നിത്യമിൽ ചെയ്തു ഖുശൂഉം സത്യമിൽ സത്തായ ഈമാനുള്ള
ഉള്ളതിൽ മടവൂർ വലി തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിലും മടവൂർ വലി തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് പ്രഷറും പ്രമേഹം ഷുഗറതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിഫ തന്ന് ദീർഘായുസ്സിനും മടവൂർ വലി തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും മടവൂർ വലി ബറകത്തിനാൽ റഹ്മത്ത് തായ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും മടവൂർ വലി ബറകത്തിനാൽ യമിക്കാക്കണം യാ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദണ്ണം ബബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും മടവൂർ വലി ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദാഹമോത്തത് കൂട്ടിടും ഇബ്ലീസ് കൂതിനെ കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ മടവൂർ വലി തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വീകരിക്കണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ. ഈ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ, ഞങ്ങളെ വിഷമങ്ങൾ അകറ്റി തരണേ അല്ലാ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, അവരെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ജോലി ഇല്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ അല്ലാ. പരീക്ഷ എഴുതിയ മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ല. മക്കൾക്ക് പഠിച്ച ജോലി നൽകണേ അല്ല. വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി അന്വേഷിക്കുന്നവർക്ക് വിചാരിച്ച ജോലി നൽകണേ അല്ല. എല്ലാ തടസ്സങ്ങളും നീക്കിക്കൊടുക്കണേ റബ്ബേ. എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ല. ഞങ്ങളെ മനസ്സിന് സന്തോഷം നൽകണേ അല്ല. ഞങ്ങളെ ടെൻഷനുകൾ അകറ്റി തരണേ അല്ല. കുടുംബത്തിന് ബറക്കത്ത് നൽകണേ അല്ല. മക്കൾക്കും മരുമക്കൾക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും നല്ല സ്വഭാവം നൽകണേ അല്ല. കുടുംബ കലഹത്തിൽ നിന്ന് കാക്കണേ അല്ല. ഐക്യമുള്ള കുടുംബ ജീവിതം നൽകണേ അല്ല. വിവാഹ പ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇണകളെ നൽകണേ റബ്ബേ. ഈ മജ്ലിസ് എന്നും കാണുന്നവരെ നീ പരിഗണിക്കണേ റഹ്മാനെ. ഈ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർക്ക് നീ അതിന്റെ ബറക്കത്ത് നൽകണേ അല്ല. നിന്റെ കാവൽ നൽകണേ അല്ലാ. ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറാൻ, നമ്മളെ പ്രയാസങ്ങളൊക്കെ മാറാൻ, ഏതേത് ആവശ്യങ്ങൾ നിറവേറാനും മഹാന്മാര് പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെല്ലാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. اللهم اقض حاجاتنا يا قاضي الحاجات، 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 اللهم اقض حاجاتنا يا قاضي الحاجات.
اللهم اقض حاجاتنا يا قاضي الحاجات 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 സ്വീകരിക്കണേ റബ്ബേ ഖബൂൽ ചെയ്യണേ റഹ്മാനേ ഞങ്ങളെ മുറാദുകൾ ഹസനാക്കണേ അല്ലാഹ് ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റി തരണേ അല്ലാഹ് പലതും പറഞ്ഞ് ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാ മുറാദുകളും നീ ഹസിലാക്കണേ അല്ലാഹ് കിട്ടാനുള്ള ക്യാഷ് എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് ആ ക്യാഷ് എത്രയും പെട്ടെന്ന് നീ ഏൽപ്പിക്കണേ റഹ്മാനേ കളഞ്ഞു പോയ ക്യാഷ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് എത്രയും പെട്ടെന്ന് അവരുടെ കയ്യിൽ ഏൽപ്പിക്കണേ റഹ്മാനേ മക്കൾക്ക് ജോലിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് നല്ല ജോലി കൊടുക്കണേ അല്ലാ പഠിച്ച ജോലി കൊടുക്കണേ അല്ലാ ജോലി തടസ്സങ്ങളെ നീക്കി കൊടുക്കണേ അല്ലാ ഭർത്താക്കന്മാർക്ക് നല്ല ജോലി കൊടുക്കണേ റഹ്മാനേ വീടില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകള് വീട് പണങ്ങി തുടങ്ങി അത് പൂർത്തീകരിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകള് എല്ലാവർക്കും നല്ല വീട് നൽകണേ റബ്ബേ ഉദ്ദേശിച്ച വീട് നൽകണേ അല്ലാ ബറക്കത്തുള്ള വീട് നൽകണേ അല്ലാ മക്കളുടെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ ഞങ്ങളെ കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാ റാഹത്ത് നൽകണേ അല്ലാ അഭിമാനം നൽകണേ അല്ലാ എല്ലാ പ്രയാസങ്ങളും അകറ്റി തരണേ അല്ലാ എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ റബ്ബേ ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നരകത്തിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാണ് ദുനിയാവിലെ നരകത്തിൽ നിന്നും ആഖിറത്തിലെ നരകത്തിൽ നിന്നും നമ്മൾക്ക് രക്ഷപ്പെടണം ആഖിറത്തിലും സന്തോഷമായി ജീവിക്കണം ദുനിയാവിലും സമാധാനത്തോടെ ജീവിക്കണം അതിന് ആത്മാർത്ഥമായി നമ്മൾക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം അല്ലാഹു സ്വീകരിക്കട്ടെ ആത്മാർത്ഥതയോടെ പറയൂ ഉമ്മമാരെ അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ 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 അല്ലാഹുമ്മ
أجرني من النار اللهم 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 أجرني من النار സ്വീകരിക്കണേ റബ്ബേ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ് ദുനിയാവിലെ പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ലാഹ് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് ആ പ്രയാസങ്ങൾ അകറ്റിക്കൊടുക്കണേ അല്ലാഹ് ആരോരും തുണയില്ലാതെ മക്കളില്ലാതെ കുടുംബക്കാരില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് അവർക്ക് നിന്റെ കാവൽ നൽകണേ അല്ലാഹ് നിന്റെ സഹായം നൽകണേ അല്ലാഹ് ആരുമില്ലെങ്കിലും നിന്റെ കാവൽ നൽകണേ റഹ്മാനെ ദുനിയാവിലെ നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ് ദുനിയാവിലെ സന്തോഷം നൽകണേ അല്ലാഹ് അഭിമാനം നൽകണേ അല്ലാഹ് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാഹ് ഈ മജ്ലിസിൽ ഒരുപാട് ആളുകൾ പലതും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ മനസ്സിലുള്ളത് മുഴുവനും അറിയുന്ന രാജാതിരാജനായ അല്ലാഹ് നിന്റെ ദർബാറിലേക്കാണ് ഈ ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തുമുഅ്മിനീകളെ കരങ്ങൾ ഉയർത്തിയിട്ടുള്ളത് ഈ കാണുന്നവരുടെ മുഴുവൻ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ് ഈ കാണുന്നവരുടെ എല്ലാ ഹാജത്തുകളും നിറവേറ്റണേ അല്ലാഹ് ഈ കാണുന്നവരുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ് മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് ഔലിയാക്കളെ ബറക്കത്ത് കൊണ്ട് പ്രാർത്ഥനയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ് ആഫത്ത് മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാഹ് കത്തിജ്വലിക്കുന്ന നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ് ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് ആര് ഒറ്റപ്പെടുത്തിയാലും തളർത്തിയാലും നല്ല കരുത്തുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ നിന്റെ സഹായം നൽകണേ അല്ലാഹ് കുടുംബത്തിലും മക്കളിലും ജോലികളിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ് കടക്കാരായി ജീവിച്ച് കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ് ഒരുപാട് സഹോദരിമാര് പേഴ്സണലായി മെസ്സേജ് അയച്ചിട്ടുണ്ട് ഉസ്താദേ കടമാണ് കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ലക്ഷങ്ങൾ കടമുണ്ട് ഉസ്താദേ ഭർത്താവിന് മക്കൾക്കെന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞവരുണ്ട് ആ കടങ്ങളൊക്കെ വീട്ടാനുള്ള നല്ല വഴികള് തുറന്നു കൊടുക്കണേ റബ്ബേ അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹ കാരണമാക്കണേ റബ്ബേ അല്ലാഹ് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് ഫാത്തിഹ സൂറത്ത് നമ്മൾ തുടക്കത്തിൽ ഓതിയിട്ടുണ്ട് ഈ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനും ഓതി നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ്
الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفينا محمد أرحم الراحمين പരമദയാലുവായ കരുണക്കടലായ രാജാതിരാജനായ അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെട്ട മജ്ലിസാക്കണേ അല്ലാഹ്. ഞങ്ങളെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മജ്ലിസ് കാണുന്ന ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാഹ്. മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് എല്ലാ ദുഃഖങ്ങളും നീ അകറ്റി തരണേ അല്ലാഹ്. ഒരുപാട് രോഗികളുണ്ട്, സഹിക്കാൻ പറ്റാത്ത വേദനകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, ഹോസ്പിറ്റലുള്ള ആളുകളുണ്ട്, ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട്, ക്യാൻസർ ഉള്ളവരുണ്ട്, ഷുഗർ ഉള്ളവര്, പ്രഷർ ഉള്ളവര്, കാലുവേദന, ഊരവേദന, തലവേദന, കണ്ണുവേദന, പുറം വേദന, വയറുവേദന, ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകള്, പുറത്ത് പറയാൻ മടിയുള്ള അസുഖമുള്ള ആളുകള്, എന്ത് രോഗമുണ്ടെങ്കിലും ശിഫയാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളുടെ വൈറസുകള് ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന കാലമത്രയും ആരോഗ്യത്തോടുകൂടെ അന്തോഷത്തോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. എല്ലാ വേദനകളും ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾക്ക് ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, ഓപ്പറേഷൻ ഇല്ലാതെ രോഗം ശിഫയാക്കണേ അല്ലാ. ഹോസ്പിറ്റലുള്ളവർക്ക് നല്ല ആരോഗ്യത്തോടുകൂടെ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീക്ക് നൽകണേ റബ്ബേ. രാജാതിരാജനായ റബ്ബേ, ഒരുപാട് ആളുകൾ ദാരിദ്ര്യം കാരണം പ്രയാസത്തിലാണ്. ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ലാ. ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. മക്കൾക്ക് ജോലി കൊടുക്കണേ അല്ലാ. ഉപ്പമാർക്ക് ജോലി കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസ് കാണുന്നവർക്കൊക്കെ അനുയോജ്യമായ ജോലി കൊടുക്കല്ല. മക്കൾക്ക് പഠിച്ച ജോലി നൽകണേ റബ്ബേ. വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി അന്വേഷിച്ചു പോയി ജോലി ശരിയാകാത്ത ആളുകളുണ്ട്, പല പേപ്പറുകളും ശരിയാകാത്തവരുണ്ട്. എല്ലാം ശരിയാക്കി കൊടുക്കണേ അല്ലാ. നല്ല ജോലി കൊടുക്കണേ അല്ലാ. നാട്ടിലുള്ളവർക്ക് നല്ല ജോലി കൊടുക്കണേ റഹ്മാനെ. പഠിച്ചവനെ, കടം കാരണം ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ്. ഈ ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തുമുഅ്മിനീങ്ങള് ഇതാ നിന്റെ ദർബാറിലേക്ക് കരങ്ങളെ ഉയർത്തിയിട്ടുണ്ട്. എത്ര കൊടുത്താലും തീരാത്ത ഖജനാവിന്റെ ഉടമയായ നിന്റെ ദർബാറിലേക്കാണ് ഞങ്ങൾ കരങ്ങളെ ഉയർത്തിയിട്ടുള്ളത്. ഞങ്ങളെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുടർന്ന് നൽകണേ അല്ലാ. കടക്കാരായി ജീവിച്ച് കടക്കാരായി മരിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. ഈ മജ്ലിസ് കാണുന്നവർക്ക് വരുത്തല്ല റഹ്മാനെ. കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു നൽകണേ അല്ലാ. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അവരുടെ ആ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാ. പലിശ എന്ന മുസീബത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. അത്തരം ഹറാമായ കാര്യങ്ങൾ ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റബ്ബേ. കടങ്ങൾ വീട്ടാനുള്ള വഴി തുറക്കണേ റബ്ബേ. ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് അനുയോജ്യമായ വീട് നൽകല്ല, ഉദ്ദേശിച്ച വീട് നൽകണേ അല്ലാ. ഉള്ള വീട്ടില് ബറക്കത്തും സമാധാനവും നൽകണേ റഹ്മാനെ. ഐക്യം നൽകണേ അല്ലാ. മക്കളുടെ ഇടയിൽ ഐക്യം നൽകണേ അല്ലാ. മരുമക്കളുടെ ഇടയിൽ ഐക്യം നൽകണേ അല്ലാ. അതുപോലെ അമ്മോച്ചനമ്മായിമാരുടെ ഇടയിൽ ഐക്യം നൽകണേ അല്ലാ. ഒരുമയുള്ള കുടുംബ ജീവിതം നൽകണേ അല്ലാ. നല്ല ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാ.
വിവാഹപ്രായമെത്തിയ ഒരുപാട് മക്കളുണ്ട്. വിവാഹം ശരിയാവാതെ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അവർക്കൊക്കെ നല്ല ഇണകളെ നൽകണേ അല്ലാ. വിവാഹം ശരിയാകാത്തവർക്ക് എത്രയും പെട്ടെന്ന് വിവാഹം നീ ശരിപ്പെടുത്തി കൊടുക്കണേ അല്ലാ. അതിനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ സ്വാലീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. സന്തോഷിക്കാൻ പറ്റുന്ന മക്കളാക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റബ്ബേ. സ്നേഹമുള്ള സന്തോഷം നൽകുന്ന മക്കളാക്കണേ റബ്ബേ. അഭിമാനിക്കാൻ പറ്റുന്ന മക്കളാക്കണേ അല്ലാ. ദുസ്വഭാവങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പരീക്ഷ എഴുതിയ മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകണേ അല്ലാ. എന്ത് പരീക്ഷയാണെങ്കിലും അവർക്കൊക്കെ നീ ഉന്നത വിജയം നൽകണേ അല്ലാ. നല്ല മാർക്കോടെ ഗ്രേഡോടെ പാസ്സാകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും അഭിമാനിക്കാൻ പറ്റുന്ന മക്കളാക്കണേ റബ്ബേ. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ. ഭർത്താക്കന്മാരെ ദുസ്വഭാവം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആ ഭർത്താക്കന്മാർക്ക് നല്ല മനസ്സ് കൊടുക്കല്ല. ഭാര്യമാർക്ക് നല്ല മനസ്സ് കൊടുക്കണേ റഹ്മാനെ. സിഹ്ർ കണ്ണേറുകളെ തൊട്ട് കാക്കണേ റബ്ബേ. ശത്രുക്കളെ കാക്കണേ റഹ്മാനെ. ശത്രുക്കൾക്ക് നല്ല മനസ്സ് കൊടുക്കണേ റബ്ബേ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാതെ തൗഫീഖ് നൽകണേ അല്ലാ. ഹബീബായ തങ്ങളെ റൗളയിൽ പോയി ഒന്ന് സലാം പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. 5 വക്ത് കൃത്യമായി നിസ്കരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും മനസ്സ് നൽകല്ലാ. നിനക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകല്ലാ. ഇബ്ലീസിന്റെ ശർറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കളെ പൊരുത്തം നൽകണേ അല്ലാ. അവർക്ക് ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാ. അവരെ വിഷമങ്ങളും രോഗങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട ഭാര്യ മക്കള് കുടുംബക്കാര് സ്നേഹിച്ചവര് സഹായിച്ചവരുണ്ട്. അതുപോലെ ഭക്ഷണം തന്ന ആളുകളുണ്ട്. വല്ലുപ്പ വല്ലുമ്മമാര് ഞങ്ങളെ കൂട്ടുകാരുണ്ട് റബ്ബേ. ഞങ്ങളെ ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്നവര് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഇസ്സത്തും ഖുവ്വത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ റഹ്മാനെ. റഹ്മത്ത് നൽകണേ അല്ലാ. നിന്റെ കാവല് നൽകണേ അല്ലാ. നിന്റെ സഹായം നൽകണേ അല്ലാ. നിന്റെ സംരക്ഷണം നൽകണേ അല്ലാ. നിന്റെ തിരുനോട്ടം നൽകണേ അല്ലാ. ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഷോക്കേൽക്കുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. വിഷമേൽക്കുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഒരുപാട് കാലം രോഗശൈലിയിൽ കടന്ന് മരിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റഹ്മാനെ. വരുത്തല്ല അല്ലാ. എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ റഹ്മാനെ. മരിക്കുമ്പോ ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. എല്ലാവരുടെ കച്ചവടത്തിലും ബിസിനസ്സിലൊക്കെ വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. വലിയ ലാഭം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. പലരുടെയും മാതാപിതാക്കള് ഖബറിലാണ്. ഉമ്മ ഉപ്പ ഖബറിലുണ്ട്. വല്ലുപ്പ വല്ലുമ്മമാര് സ്നേഹിച്ചവര് ഭർത്താക്കന്മാര് മക്കള് ഖബറിലുണ്ട്. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാ. അവരെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. അവരെ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ. നിന്റെ ലിഖാഅ് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അർശിന്റെ തണൽ നൽകണേ അല്ലാ. ശഫാഅത്ത് നൽകണേ അല്ലാ. മുത്തുനബിയുടെ ഹൗദുൽ കൗസർ അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. എല്ലാവരുടെ മുറാദുകളും ഹസിലാക്കണേ അല്ലാ. എല്ലാവരുടെ ഹാജത്തുകളും നിറവേറ്റണേ അല്ലാ. എല്ലാവരുടെ കാര്യങ്ങളും എളുപ്പമാക്കണേ അല്ലാ. ഈ മജ്ലിസിൽ പല ആളുകളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ച് കരഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ച സഹോദരീ സഹോദരന്മാരുണ്ട്. അവരെ ഉദ്ദേശങ്ങളൊക്കെ നിനക്കറിയാം. എല്ലാം പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് ഖബൂൽ ചെയ്യണേ അല്ലാ. സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന പാവപ്പെട്ടവരുണ്ട്. അവർക്ക് നീ പ്രത്യേക പരിഗണനയും ബറക്കത്തും നൽകണേ അല്ലാ. എന്നും കാണുന്ന ഈ മജ്ലിസ് കാണുന്ന മുത്തുമുഅ്മിനീങ്ങളെ നീ സ്നേഹിക്കണേ അല്ലാ. നിന്റെ മഹബ്ബത്ത് നൽകണേ അല്ലാ. നിന്റെ റിളാ നൽകണേ റഹ്മാനെ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. എല്ലാം നിനക്കറിയാം. എല്ലാം നിനക്കറിയാം. എല്ലാ കാര്യങ്ങളും നിറവേറ്റി നൽകണേ അല്ലാ. ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. സ്ഥലം വിറ്റുപോകാൻ, വീട് വിറ്റുപോകാൻ ഒക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കിട്ടാനുള്ള ക്യാഷ് കിട്ടാൻ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാ മുറാദുകളും ഹസിലാക്കി കൊടുക്കണേ റഹ്മാനെ. ഉദ്ദേശിച്ച ജോലിക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാ ജോലിയും നൽകണേ റബ്ബേ. മുഅ്മിനീകളെ ഇസ്സത്ത്
സംരക്ഷിക്കണേ റഹ്മാനെ. ആര് ഈ മജ്ലിസ് കാണുന്നുണ്ട് അതൊന്നും നീ വെറുതെയാക്കല്ല റബ്ബേ. اللهم عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته.